നമ്മളെ ഫോണിൽ എന്തായാലും ഒരു ബ്രൗസർ അത്യാവശ്യമാണ്. മിക്കവാറും ഫോണിൽ ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന ഒരു ബ്രൗസറാണ് ഗൂഗിളിൻ്റെ ക്രോം ബ്രൗസർ. അധികം ആൾക്കാരും അത് തന്നെ ഉപയോഗിക്കാൻ നല്ല ഫീച്ചറുകളുള്ള നല്ലൊരു ബ്രൗസറാണ്. വേറെയും പല ബ്രൗസറുകളും ഉപയോഗിക്കലുണ്ട്. എന്നാൽ വളരെ ഫാസ്റ്റായിട്ടും സെക്യൂറായിട്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ബ്രൗസറാണ് നിയോൺ ബ്രൗസർ. നമ്മളിന്ന് നിയോൺ ബ്രൗസറാണ് പരിചയപ്പെടുന്നത്. അടിപൊളി ബ്രൗസർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫീച്ചറുകളുണ്ട്. നമ്മളിതൊന്ന് തുറന്നു നോക്കുക. നിയോൺ ബ്രൗസറിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആവശ്യക്കാർ മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കുക. വേണ്ടിയ ആൾക്കാർ വേറെ ഉണ്ടാവും, ഒലിക്ക് കൊടുത്തേക്ക്, ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ ഫീച്ചറുകളൊന്ന് നോക്കാം. ഓപ്പൺ ചെയ്താൽ ഇവിടെ അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. കഴിഞ്ഞ് ബ്രൗസറിലേക്ക് വന്നു കഴിഞ്ഞ് ഇവിടെ സെർച്ച് ബാർ ഉണ്ട്, താഴെ കുറച്ച് ടാബുകളുണ്ട്. ഇത് തന്നെ നമുക്കിതിനുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഫൈലുകൾ ക്രിയേറ്റ് ചെയ്യാം. ഓരോ കാറ്റഗറി സെർച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ ഒന്നിലധികം ആൾക്കാർ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും വേറെ വേറെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. ഇതവിടെ പ്രൊഫൈൽ ഐക്കണ്ട്, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആവശ്യമുള്ള പ്രൊഫൈൽ നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാം. അതുകൂടാണ്ട് ഇൻകോഗ്നിറ്റോ മോഡ് ഉപയോഗിക്കാം. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് VPN, ഒരു എക്സ്ട്രാ VPN ഇല്ലാണ്ട് ഇതിൽ ഇൻബിൽറ്റ് ആയിട്ട് VPN ഉണ്ട്. ഇവിടെ ഉണ്ട്. മേലെ വലത് ഭാഗത്തുള്ള ഈ ഗ്ലോബിൻ്റെ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ കുറച്ച് VPNകൾ ഉണ്ട്. ഇവിടെ നമുക്കിഷ്ടമുള്ളത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. നമ്മളുള്ള സ്ഥലത്ത് ഓപ്പൺ ആകാത്ത സൈറ്റുകളൊക്കെ നമുക്ക് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഇന്ത്യയിൽ ഓപ്പൺ ആകാത്ത സൈറ്റ് അമേരിക്കയിൽ ഓപ്പൺ ആകുന്നുണ്ടാവും, അല്ലെങ്കിൽ ഫ്രാൻസിൽ ഓപ്പൺ ആകുന്നുണ്ടാവും. അവിടുത്തെ പ്രോക്സി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബ്രൗസ് ചെയ്യാം. സംഭവം തിരിഞ്ഞിക്കോ. എന്തിനാ VPN ഉപയോഗിക്കാൻ നിങ്ങൾക്ക് അറിയാലോ. അപ്പം ഫ്രീ ആയിട്ടൊരു VPN കൂടി ഇതിൽ ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ താഴെ ഭാഗത്തേക്ക് ഇതിൻ്റെ സെറ്റിങ്സ് ഭാഗത്തേക്ക് വന്നാൽ ആഡ് ബ്ലോക്കർ ഉണ്ട്. അതായത് നമ്മളിതിൽ സെർച്ച് ചെയ്യുന്ന ഒരു സൈറ്റിലും നമുക്ക് പരസ്യത്തിൻ്റെ ശല്യം ഇല്ലാണ്ട് ബ്രൗസ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ആഡ് ബ്ലോക്കർ നമുക്ക് ഓണാക്കി എനേബിൾ ചെയ്ത് വെക്കാം. അപ്പം പരസ്യത്തിൻ്റെ ശല്യം ഇല്ലാതെ വളരെ ഫാസ്റ്റായിട്ട്, വെറും 1.7 MB മാത്രം ആയതുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ബ്രൗസ് ചെയ്യാനാവും. തെറ്റില്ലാത്തൊരു ബ്രൗസർ, സേഫാണ്, സെക്യൂറാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം, നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രൗസറിൽ നിന്ന് ഒന്ന് മാറി ചിന്തിക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക. ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൊടുത്തേക്ക്. പാവം നമുക്കൊരു ബൂസ്റ്റും ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.